أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ശ്രദ്ധിച്ചും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. നാം സത്യവിശ്വാസികൾ അഥവാ മുഅ്മിൻ എന്ന പേരിന് അർഹരാകുന്നത് യഥാർത്ഥ ഈമാനും അതിനനുസരിച്ച കർമ്മങ്ങളും വിശ്വസിക്കുമ്പോഴും ആചരിക്കുമ്പോഴും മാത്രമാണ്. അല്ലാത്ത പക്ഷം അത് പേരിൽ മാത്രം ഒതുങ്ങും. ആ ഈമാനിൻ്റെ പരിരക്ഷ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ഈമാനിൽ വിശുദ്ധ ഖുർആനും അക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഈമാനിൽ വർധനവുണ്ടാവും, അതേമാതിരി ഈമാനിൽ കുറവും സംഭവിക്കാം. അൽ ഈമാനു യസീദു വയൻഖുസു എന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പല ഹദീസ് ഗ്രന്ഥങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു അധ്യായം തന്നെയും രൂപപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആർക്കാ വിശ്വാസികൾ എന്ന് പറയാ? ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഉത്ബോധനം നൽകപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അത് അവരുടെ ഹൃദയങ്ങളിൽ കിടിലം കൊള്ളിക്കും, അതിനെ ചലനാത്മകമാക്കും, ചിന്താ നിർഭരമാക്കി മാറ്റും. വഇദാ തുലിയത് അലൈഹിം ആയാതു, ആ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആനിക വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കപ്പെട്ടാലോ സാദത്തുഹും ഈമാന, അവർക്ക് വിശ്വാസം വർദ്ധിക്കും. എന്തിനാ വെള്ളിയാഴ്ച ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇസ്ലാം ഏർപ്പെടുത്തിയത്? ആ ആയത്തുകൾ കേട്ട്, ആ ഉത്ബോധനം കേട്ട് മനസ്സിനെ ഒന്നുകൂടെ വിശ്വാസത്തിൻ്റെ ട്രാക്കിൽ പിടിച്ചു നിർത്താൻ, വഴി തെറ്റിപ്പോകാതെക്കാൻ. കൽബ് കുൽബാകുക എന്ന് നമ്മൾ സാധാരണ നമ്മളെ നാടൻ ശൈലിയിൽ പറച്ചിലുണ്ട്. അറബിൻ്റെ ആന്തരാർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ലത്. എന്താ സംഭവം? കലബയിൽ നിന്ന് വന്നതാണ് കൽബ്. അതിങ്ങനെ ഇളകി മറിയുന്നതാണ്, ചാഞ്ചാട്ടമുള്ളതാണ്. ആ ചാഞ്ചാട്ടത്തെ സുസ്ഥിരമായി നിർത്തുകയും അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക് യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖൽബി അലാ ദീനിക്
എന്നൊക്കെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആ ഹൃദയത്തിൻ്റെ ചാഞ്ചാട്ടം ചഞ്ചലാട്ടം ഇല്ലാതെ റബ്ബിലുള്ള വിശ്വാസം സുസ്ഥിരമാക്കി നിർത്താൻ. അതിനാണ് 5 നേരത്തെ നിസ്കാരം വെച്ചത്. അതിനൊന്നും പോരാഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യണം, എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടണം. ആ നാട്ടിൽ നന്നായി ഖുർആൻ അറിയുന്ന ആള്, ദീനീ ഉത്ബോധനം നടത്താൻ കഴിയുന്ന ആള്, അവർക്കൊരു സിക്റുള്ള എന്ന് പറഞ്ഞത് അത് ഇമാമിന്റെ ഖുതുബയാണ് എന്ന് ഫിഖ്ഹി പണ്ഡിതന്മാർ പറയാൻ കാരണം അതാ. അവിടെ എന്ത് ചെയ്യണം, അവർക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് അവർക്ക് ഉത്ബോധനം നടത്തണം. അതുകൊണ്ട് ഖുതുബയുടെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണെന്ത്, ഒന്ന് തഖ്വ കൊണ്ടുള്ള ഉത്ബോധനമാകണത്. അതങ്ങനെ ഖുതുബയിലുണ്ടായാൽ മതി. ഖുതുബൻ്റെ ആദ്യത്തിൽ തന്നെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാൻ കാരണം അതാണ്. മറ്റൊന്ന്, അതിലൊരു അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്നുള്ള ഒരു ആയത്ത് ഓതണം, അതൊരു ഷർത്ത. പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് ഉത്ബോധനം. അതതിൻ്റെ തവാബി ആണ്, റുക്കിനല്ല. അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഇങ്ങനെയാണ് ഖുതുബനെ പറ്റി പറഞ്ഞത്. ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ അതിന് ഒരുപാട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അന്തകൂന മഫൂമത്തൻ ഖസീറത്തൻ ബലീഗത്തൻ എന്ന് പറഞ്ഞ കിതാബുകളുണ്ട് ശാഫിഈ മദ്ഹബിൽ. എന്താണ് അന്തകൂന മഫൂമത്തൻ? ഖുതുബ ആളുകൾക്ക് മനസ്സിലാകണം. ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടുകട്ടി പദങ്ങൾ പ്രയോഗിച്ചിട്ട് ആളുകൾക്ക് തിരിയാത്ത ശൈലിയിലാകരുത് ഖുതുബ. കാരണം അത് ആളുകൾക്ക് ഉത്ബോധനം സിദ്ധിക്കാനുള്ളതാണ്. അതുകൊണ്ട് മഫ്ഹൂമത്താകണം, മനസ്സിലാകണം. ബലീഗത്തൻ സാരസമ്പൂർണമാകണം. ഒരു വലിയ അങ്ങാടി പ്രസംഗം പോലെ ആകാൻ പാടില്ല, വിഷയാധിഷ്ഠിതമാകണം, സാരസമ്പൂർണമാകണം. ഖസീറത്തൻ, അത് ഷോർട്ടാകണം. കാരണം ആസ്പത്രിയിൽ നിന്ന് വന്ന ഡോക്ടർമാരുണ്ടാവും, റോട്ടിൽ അതുവരെ വെയിലുണ്ട് നിന്ന പോലീസുകാരുണ്ടാകും, വലിയ പിന്നെ ഫാക്ടറി ഒരു പക്ഷേ ആ സമയത്ത് നിലക്കും. അങ്ങനെ എല്ലാവരും നോൺ മുസ്ലിംസ് ആകണം എന്നില്ല. ഫാക്ടറിയിലെ തൊഴിലാളികൾ അതിൻ്റെ മെയിൻ ആ പണി നിയന്ത്രിക്കുന്ന ആളടക്കം, അതിന് MD എന്ന് പറഞ്ഞാലും മാനേജർ എന്ന് പറഞ്ഞാലും മുതലാളി എന്ന് പറഞ്ഞാലും ആരായാലും വേണ്ടിയില്ല, അയാളടക്കം ആ ഫാക്ടറി പൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ജുമാക്ക് സന്നിഹിതനാകണം. മുസ്ലിം ഉമ്മത്തിന് ആ ഒറ്റ ജുമാൻ്റെ ടൈം മാത്രം എടുത്തു നോക്കിയാൽ കോടാനക്കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവും. പക്ഷേ ആ നഷ്ടം ഒരു ലാഭമാക്കി മാറ്റുകയാണ്. എങ്ങനെ? അതിലൂടെ കിട്ടുന്ന തഖ്വ വഴി, ഊർജം വഴി, മാറ്റം വഴി. ഒരു KSEBയിലെ ഉദ്യോഗസ്ഥൻ നമ്മുടെ ഒരു പിന്നെ മലയാളത്തിൽ ഖുത്ബ നടത്തുന്ന കോട്ടക്കല ഒരു പള്ളിയിൽ കുറച്ചു കാലം വന്നു. പിന്നെ അയാളെ കാണാനില്ല. ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കുറച്ചെല്ലൊക്കെ അവിടെ കണ്ടു, ഇപ്പം നിങ്ങളെ കാണാനില്ല. അയാൾ ഒരു നഗ്ന സത്യം തുറന്നു പറഞ്ഞു, എൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാലോ, അതെന്തെങ്കിലുമൊക്കെ ചില്ലാനം വരുമാനം കിട്ടുന്ന ഒരു തസ്തികയിലാണ് ഞാൻ ഇരിക്കുന്നത്. അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു, മീൻസ് കൈക്കൂലി വാങ്ങുന്ന ആളാണ് നർത്തം. നിങ്ങൾ ആ ഖുതുബ കേട്ടുകാണ്ട് പിന്നെ എനിക്ക് ആ ചെയറിൽ പോയിട്ട് അത് വാങ്ങി ഇങ്ങനെ അങ്ങോട്ട് ഇടാൻ വല്ലാത്തൊരു ഇടങ്ങേറ്, പറ്റണില്ല. അപ്പം നിങ്ങളെ പള്ളിയും നിങ്ങളെ ഖുതുബയും എനിക്ക് പറ്റിയതെല്ലാം തോന്നി. അതുകൊണ്ട് ഞാൻ ആ അറബിയിലുള്ള ശുദ്ധ അറബി ഖുതുബനെ കേൾക്കാനാണ് പോക്കിപ്പോൾ. എന്നാലും ജുമയ്ക്ക് ജുമയായി യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെയ്യണ തെറ്റിനാട്ടെ ഇതൊരു തടസ്സമല്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളൂ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്ത് അയാൾക്ക് കിട്ടുന്ന ആ ഉത്ബോധനം, അയാൾ ചെയ്യുന്ന തെറ്റിന് അയാൾക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്നുണ്ട്. അയാൾക്ക് ആ കൈക്കൂലി പിന്നെ വാങ്ങാൻ കഴിയണില്ല. അത് കേട്ടുകാണ്ട് പിന്നെ എങ്ങനെ ഇത് വാങ്ങിയിട്ട് ഞാൻ കീശയിലിടുക? അതുകൊണ്ട് ആ ജുമ അയാൾ ഒഴിവാക്കി. ഇപ്പം എന്തിനാണ് ഈ ജുമ എന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? നമ്മളെ അനുഭവമാണ് പാഠം. ഇതിനാണ് ജുമ വെച്ചത്. അതൊരു സമൂഹത്തെ സമുദ്ധരിക്കും. വിശ്വാസപരമായി, കർമ്മപരമായി, ആചാരപരമായി, അനുഷ്ഠാനപരമായി
സാംസ്കാരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി ഏതേത് മേഖലകളിലൊക്കെ ഒരു മനുഷ്യനെ സമുദ്ധരിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ സമുദ്ധരിക്കാനുള്ളതാണത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ വിഷയം എന്താണ്? വിശ്വാസിയുടെ വിശ്വാസ ഭദ്രത കാത്തു സൂക്ഷിക്കണം. അത് ഓരോ പ്രാർത്ഥനയും അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ അപാകത മുസ്ലിം ഉമ്മത്തിന് പറ്റുന്നത്. സ്വന്തം റബ്ബിനെ വരെ മനസ്സിലാക്കാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം മാറി എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണെങ്കിൽ അവിടെ വരെ അപകടം പറ്റി. ആ അള്ളാഹ് എവിടെയോ ജീവിച്ച മരിച്ച ഒരു ആയിഷക്കുട്ടിക്കും ഒരു മുഹമ്മദിനും ജനിച്ച കുറച്ചുകാലം ഭ്രാന്തായി ജീവിച്ച ഒരു സാധു മനുഷ്യന്റെ പേർക്ക് കൊണ്ടിട്ടിട്ട് അയാളാണ് പടച്ചോനെന്ന് പാട്ട് കെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ പാട്ട് കേട്ടിട്ട് കുറേ മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കൾ മിണ്ടാണ്ടിരിക്കുക. അല്ല, അത് വലിയ തെറ്റാണ്, കുഫറിലേക്ക് പോകുന്ന പരിപാടിയാണ് എന്നൊന്നും പറയാൻ അവർ തയ്യാറല്ല. എന്തേ? ഈ പാട്ട് മലയാളത്തിലായിന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ സത്യം. മടവൂരാണ് പടച്ചോൻ, ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്, അതുകൊണ്ട് ഹൂ ഹൂ അല്ല മടവൂരെന്നെയാണ് എന്നങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിക്കണ ആ സംഭവം ഉണ്ടല്ലോ, അത് 2 വരി പച്ച മലയാളത്തിൽ പാടിയെന്നേ ഉള്ളൂ. ഇതുവരെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് അറബിയിലാണ്. കുത്തുബാക്കിയും മക്താബാക്കിയും ഔസാക്കിയും മുദബ്ബിറാക്കിയും അതിൻ്റെ അപ്പുറത്തുമുള്ള സ്ഥാനമാനങ്ങളെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ മുഹീദ്ദീൻ ഷെയ്ഖിനാകാം, അതല്ലെങ്കിൽ മമ്പുറം തങ്ങൾക്കാകാം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനാകാം സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആർക്കാകട്ടെ അള്ളാഹു അല്ലാത്തവർക്ക് ആ സ്ഥാനം വകവെച്ചു കൊടുക്കുന്ന ഷിയാവിശ്വാസം, ഷിയാക്കളാണ് ആ വിശ്വാസം കൊണ്ടുവന്നത്. പ്രധാനമായും അബ്ബാസി പീരീഡിലാണ് അത് വല്ലാതെ പ്രചരിച്ചത്. അതാണ് ഹല്ലാജ് ഇബ്നു മൻസൂർ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു എന്നിൽ അവതരിച്ചു എന്ന് വാദിച്ചത്. പക്ഷേ അപ്പം അത് തടയാൻ അവിടെ ഭരണാധികാരികളുണ്ടായിരുന്നു, ഇസ്ലാമികമായ ഒരു ഭരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം കേട്ടതുപോലെ അബ്ബാസി ഭരണകർത്താവായിരുന്നാൽ മുഖ്തദിർ ബില്ല ആ മനുഷ്യനെതിരെ പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുകയും ഇറാഖിലെയും ബഗ്ദാദിലെയും മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച അഭിപ്രായം പറയുകയും ചെയ്തു, ആ മനുഷ്യനെ ഇനി വച്ചേക്കാൻ പാടില്ല. ബഗ്ദാദിലെ പബ്ലിക് പാലത്ത് കൊണ്ടുപോയിട്ട് ക്രൂശിക്കുകയാണ് ആര് ചെയ്തത്? ഹല്ലാജ് ബിൻ മൻസൂറിനെ ചെയ്തത്. പക്ഷെ അപ്പോഴും നമ്മൾ പാടുന്നത് എന്താണ്? ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പീഡിക്കും ഞാൻ എന്ന് പറഞ്ഞോവർ. ഹല്ലാജിനൊന്നും കൊല്ലാൻ ഞാൻ അയക്കൂലായിരുന്നു. മുയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് മുയ്യദ്ദീൻ മാലയിൽ പറയുന്നത്. അത് വിശ്വസിച്ചു പാടുന്നു നമ്മൾ. എന്തൊരു നല്ല പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പും നമ്മൾ കുത്തുബിയത്ത് കഴിക്കുന്നു. യാ കുത്തുബ അഹ്ലിസ്സമാ വൽ അർദ ഗൈസഹുമാ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുത്തുബുൽ അഖ്താബാക്കി മാറ്റുന്നു. ഇതൊക്കെ ഷിയാക്കൾ ചെയ്തതാ. ഷിയാക്കൾക്ക് ദൈവനെ കിട്ടി, ജൂതന്മാർ പറഞ്ഞു കൊടുത്ത. ആ ജൂതന്മാർ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഷിയാക്കൾക്ക് കൊടുത്ത കുറേ സംഗതികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ലേബലിൽ നമ്മളുടെ നാട്ടിൽ അങ്ങനെ അനവരതം അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മലയാളത്തിലെ 2 വരിമ പിടിച്ച് തൂങ്ങിയിട്ട് തെറ്റാണ് പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കും, അപ്പോൾ ഈ മൗലൂദ് പറ്റുമോ, ഈ റാത്തീബ് പറ്റുമോ, ഈ മാല പറ്റുമോ എന്നൊക്കെ ചോദ്യം വരും. തൽക്കാലം നല്ലത് അത് ഒരുത്തൻ്റെ പാട്ടല്ലേ, പാടുന്നവർ പാടിക്കോട്ടെ, പാടാത്തവർ പാടണ്ട, നമ്മൾ തൽക്കാലം അതിനെപ്പറ്റിയൊന്നും മിണ്ടാൻ പോകണ്ട എന്ന ഒരു നയം സ്വീകരിക്കുന്നതാണ്. ഒരുപാട് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് ഫത്വ പറയുന്നവർ, ചാടി വീഴുന്നവർ, പത്രസമ്മേളനം നടത്തുന്നവർ, പാത്രസമ്മേളനം നടത്തുന്നവർ, ഇവരൊന്നും ഒരു അക്ഷരം മുണ്ടിപ്പോകുന്നില്ല. എന്തുകൊണ്ടാണ്? വിഷയം ഇതാണ്. അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് സംരക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ എന്നൊരു പ്രയോഗമുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തു നിസായിലെ 136-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും ശരിയാം വണ്ണം വിശ്വസിക്കണം. നാമമാത്രമായ ഒരു പറച്ചിലായാൽ പോരാ. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലിന് അവതരിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥം എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് അതിൽ കൃത്യമായി നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, അതിനു മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം ഏതൊക്കെയുണ്ടോ അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം. വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ അവിശ്വസിച്ചാൽ, വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലോ അല്ലാഹുവിൻ്റെ ദൂതന്മാരിലോ അവനിറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലോ അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ മലായികത്തുകളിലോ അല്ലാഹുവിൽ തന്നെയുമോ നിങ്ങളുടെ വിശ്വാസം ദുർബലമായി തീർന്നാൽ, അവിശ്വസിച്ചാൽ, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ വ്യക്തമായ മാർഗഭ്രംശത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോനെങ്ങനെ ശിർക്ക് വരിക? ഓനെന്ത് പാടിയെന്ന് വിചാരിച്ചെന്താണ്? അവരൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ? അങ്ങനെയല്ല അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലും വിളിച്ചിട്ട് പറഞ്ഞു, ശിർക്ക് വരുന്നത് നോക്കണട്ടോന്ന്. മൊത്തത്തിൽ ഉമ്മത്തിനോടും അത് പറഞ്ഞു. ആ ശിർക്ക് എങ്ങനെ വരികയെന്നും പഠിപ്പിച്ചു. അശ്ശിർക്കു അഖ്ഫാ ഫി ഹാദിഹിൽ ഉമ്മ, എൻ്റെ ഉമ്മത്തില് ശിർക്ക് പയ്യെ പയ്യെ കടന്നു കയറും. മിൻ ദബീബിൻ നംലത്തി സൗദാ, കറുത്ത ഉറുമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ. ഫീ ലൈലത്തിൽ വൽമ, കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പ് എവിടെ കയറുന്ന അറിയോ? അല സഖറത്തി സ്വമ്മാ, ഒരു കരിമ്പാറക്കെട്ടിനുള്ളിൽ. ഓ, എന്തൊരു ഉപമയാണെന്ന് നോക്കൂ. കൂരിരുട്ടില് ഒരു കറുത്ത പാറക്കുള്ളിലേക്ക് ഒരു കറുത്ത ഉറുമ്പ് ഇഴഞ്ഞ് കയറുന്നത് പോലെ എന്ത് ചെയ്യാണ്? ശിർക്ക് വിശ്വാസികൾക്കിടയിലേക്ക് കയറി വരുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. ആ ഉപമയാണ് കവിതയിൽ കണ്ടത്. ലുദ്ബില്ലാഹി വലാ തലുദ്ബി സിവാഹു മല്ലാദ ബിൽ മലിക്കിൽ കരീമി അതാഹു. ഏത് കാര്യത്തിലും റബ്ബിൽ അഭയം പ്രാപിച്ചോ, ആ റബ്ബിലാണ് നീ എല്ലാ കാര്യവും സമർപ്പിക്കുന്നത് എങ്കിൽ ആ റബ്ബ് നിനക്ക് നൽകും. ആരാ റബ്ബ് എന്ന് പഠിപ്പിച്ചു തരികയാണ്. അടുത്ത വരി, ഹത്താ ദബീബൻ നംലി യസ്മഉ സൗതഹു ഫിൽ ലൈലത്തിൽ വൽമായി ഫഹുവ യറാഹു. ആ കവിതയിൽ പറഞ്ഞത് ആ ഉറുമ്പിന്റെ കാലടി ശബ്ദം അല്ലാഹ് കേൾക്കുന്ന. സുബ്ഹാനല്ലാഹ്, ഉറുമ്പിന്റെ നടത്തത്തിന്റെ ശബ്ദം. حتى دبيب النمل يسمع صوته في الليلة الظلماء فهو يراه. കുരിരുട്ടില് ഒരു കറുത്ത ഉറുമ്പ് ഇഴഞ്ഞു നീങ്ങുമ്പോൾ ആ ഉറുമ്പിനെ കാണാനും ആ ഉറുമ്പിന്റെ ആ കാൽപാദങ്ങളുടെ ശബ്ദം കേൾക്കാനും കഴിയുന്ന പടച്ചോൻ, ആ പടച്ചോനില് ഈ എല്ലാം വരേൽപ്പിച്ചോ? ആ ശിർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, കരിമ്പാറക്കെട്ടിനുള്ളിൽ കൂരിരുട്ടില് ഇങ്ങനെ പതുങ്ങി ഒരു കറുത്ത ഉറുമ്പ് ഇഴയുന്നത് പോലെയാണ് ശിർക്ക് ഞങ്ങളുടെ വിശ്വാസത്തിലും കർമ്മത്തിലും കയറി പറ്റുന്നത് എങ്കിൽ കൈഫ നൻജൂ മിൻ,
അവർക്ക് വലിയ ബേജാറ്. ഞങ്ങൾക്കതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാനാകും ദൈവദൂതരെ എന്ന് ചോദിച്ചപ്പോ ഖാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ഖുൽ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക്, അല്ലാഹുവേ, ഏതെങ്കിലും നിനക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ പ്രവർത്തനത്തിൽ ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅന അഅലം, അറിഞ്ഞുകൊണ്ട്, വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ ശിർക്ക് വരുന്നതിൽ നിന്ന് നാഥാ ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇപ്പോൾ സമൂഹം എത്തപ്പെട്ടിരിക്കുന്നത് മക്കാ മുശ്രിക്കുകളുടെ അപ്പുറത്താണ്. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചെന്നുണ്ട്. ആരാ അങ്ങക്ക് മഴ വർഷിപ്പിച്ചിരുന്നെന്ന് ചോദിച്ചാൽ അവർ പറയില്ല മടൂരുപ്പാപ്പയാണ്, അവർ പറയില്ല അത് പിന്നെ വേറെ ഏതെങ്കിലും ഷെയ്ഖാണ്. അത് നമ്മളാൾക്കാരെ പറയുള്ളൂ. അതേ സമയത്ത് അവരെന്തേ പറഞ്ഞുള്ളൂ, അവരോട് ഈ വാനഭുവനങ്ങളെ സൃഷ്ടിച്ചതും സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പഠിച്ചതൊക്കെ ആരാന്ന് ചോദിച്ചാൽ യഖൂലന്ന, മക്കയിലെ ഏത് കൊടിയ മുശ്രിക്കും ഒരൊറ്റ ഉത്തരം അല്ലാഹ്. അവർക്ക് അള്ളാനെ അറിയായിരുന്നു, ശിർക്ക് ചെയ്തെങ്കിലും. എങ്കിൽ പ്രവാചകരെ നിങ്ങൾ ചോദിക്കണം, ഫഅന്നാ യൂഫകൂൻ, പിന്നെയും നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഈ വിശ്വാസ വ്യതിയാനം സംഭവിക്കുന്നത്? ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله. ഇതൊക്കെ അള്ളാഹുവിനെന്ന് അവർ പറയുന്നുണ്ടല്ലോ, എങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളൂ. ബൽ അക്സറുഹും ലാ യഅഖലൂൻ. പക്ഷെ പിന്നെ ഈ ശിർക്ക് സംഭവിക്കുന്നത് എങ്ങനെ? അവർ കാര്യങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത് കൊണ്ട്. സമാനമായ ആയത്തുകൾ നിരവധി ഖുർആനിൽ കാണാൻ പറ്റും. സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരായത്താണ് ഖുതുബയുടെ ആദ്യത്തിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, വാനലോകത്തും ഭൂമിലോകത്തും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാ? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തിയ ആ ശക്തി വിശേഷം ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്ന ആ ശക്തി വിശേഷം, ആ പടച്ച റബ്ബ് ആരാണ്? വമയുദബ്ബിറുൽ അംറ, മുഴുവൻ കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ അംറും മുദബ്ബിറുൽ ആലമും ആരാന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്. ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയാം അതൊക്കെ അല്ലാഹ് തന്നെയാണ്, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. എങ്കിൽ ഫഖുൽ, പ്രവാചകരെ ഒന്ന് ചോദിച്ചു നോക്കൂ, അഫലാ തത്തഖൂൻ, എന്തേ നിങ്ങൾ ഈ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാത്തത്? ഇതന്നെയാണ് ഇന്നും ചോദിക്കാനുള്ളത്. ഇത്രയൊക്കെ ചെയ്തു നിന്നിട്ട് ആ റബ്ബിനോട് നിങ്ങൾക്കെന്താണ് യാതൊരു ഭയപ്പാടുമില്ലാത്തത്? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അത്യുദാരനായ റബ്ബിന്റെ കാര്യത്തിൽ എന്തേ മനുഷ്യൻ ഇത്ര വഞ്ചനയിൽ അകപ്പെടാൻ? ആ റബ്ബല്ലേ നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരികയും ചെയ്തത്. ഇങ്ങനെ എത്ര ചോദ്യങ്ങളാണ് ഖുർആൻ ചോദിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ റഹ്മാനായ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ആ റബ്ബിന് സമന്മാരെ സ്ഥാപിക്കാൻ പാടില്ല എന്ന കാര്യം നാം തീർത്തും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ടും അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടും
അവനിൽ മാത്രം എല്ലാ അർത്ഥത്തിലും വരമേൽപ്പിച്ചുകൊണ്ടും വിശ്വാസവിശുദ്ധിയോടെ ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾ എന്ന നിലക്ക് വിശ്വാസ വ്യതിയാനം സംഭവിക്കാതെ, റബ്ബിന് സമന്മാരെ സ്ഥാപിക്കാതെ, റബ്ബിൻ്റെ എല്ലാ കഴിവുകളും ശരിയാം വിധം ഉൾക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അതിനു വേണ്ടി മാത്രമാണ് ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട രണ്ട് വിഭാഗങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും വിശ്വാസി സമൂഹം മൗനം പാലിക്കാൻ പാടില്ല എന്ന കാര്യം ഉണർത്താനാണ് ഒന്ന് രണ്ട് ഖുത്ബകളിൽ ഈ കാര്യം പ്രത്യേകം ഉണർത്തുകയുണ്ടായത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്ത് ഒരു സ്വഹാബി വര്യൻ വന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറാജഅഹു ഫി ബഅ്ദിൽ കലാം. പ്രവാചകന്റെ അടുത്ത് വന്ന ആ സ്വഹാബി ഏതാനും ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രവാചകനോട് ഇങ്ങനെ പറയുന്നതിനിടയിൽ ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅ്ത. പ്രവാചകരെ അങ്ങും അള്ളിയും എന്താണോ ഉദ്ദേശിച്ചത് അത് അതേമാതിരി ആയിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നങ്ങ് പറഞ്ഞപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, അജഅൽതനി ലില്ലാഹി നിദ്ദ മാഷാ അല്ലാഹു വശിഅ്ത എന്നാണ് പറഞ്ഞത്. അള്ളിയും പ്രവാചകരും വിചാരിച്ച മാതിരി എന്നങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മശിയത്തിനോട് ചേർത്ത് പ്രവാചകനെ കൂടെ പറഞ്ഞപ്പോ എന്താണ് താങ്കൾ ഈ പറയുന്നത്? അജഅൽതനി ലില്ലാഹി നിദ്ദ, അള്ളാഹുവിന് എന്നെ ഒരു സമന്മാരാക്കുന്ന രൂപത്തിൽ എന്നെയും കൂടെ ചേർത്തിയാണോ അങ്ങ് പറയുന്നത്? മാഷാ അല്ലാഹ് വഹ്ദ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാകും എന്നേ പറയാൻ പാടുള്ളൂ. എൻ്റെ പേര് ഒരിക്കലും അതിൽ കൂട്ടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ തിരുത്തി. സ്വഹാബിയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, നേരത്തെ പറഞ്ഞ ഹദീസുമായി വിഷയത്തിനുള്ളൊരു ബന്ധം. അപ്പം അങ്ങനെയാണ് ശിർക്കിൻ്റെ വിഷയങ്ങളൊക്കെ. സഫർ മാസമാണെങ്കിൽ ഇത് സഫർ മാസമാണല്ലോ. സഫർ മാസത്തിൽ അറബികൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ അവരുടെ വിശ്വാസമനുസരിച്ച് അവർ ചില പ്രത്യേക ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ അള്ളാഹു അല്ലാത്തവരിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ചില ആചാരങ്ങൾ ഉണ്ടായതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് സ്വഹാബത്തിനെ പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായി. എന്താണ് ഈ സഫർ മാസം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പൈശാചികമായ സംഗതികൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചു. എന്താ പറഞ്ഞത്? ലാ അദ്വാ വലാ ഖിയറത വലാ ഹാമ്മ വലാ സഫർ. ഹാമത്ത് എന്ന കാലങ്കോഴി, അങ്ങനെ ഉണ്ടല്ലോ ചില വിശ്വാസം. അത് കൂകിയാൽ ഇന്ന അപകടം പറ്റും. നഹ്സിലുള്ള വിശ്വാസം മാതിരി പകർച്ചവ്യാധികൾ പകർത്തുന്നത് പിശാചാണെന്ന ധാരണ. അതാണ് ലാ അദ്വ വലാ ഖിയറ പക്ഷി ലക്ഷണം, വലാ ഹാമ്മ അതുപോലെ തന്നെ കാലങ്കോഴിയുടെ കൂവല്, വലാ സഫർ. ഈ സഫറുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ അതൊന്നും ഇസ്ലാമിലില്ല. വലാ നൗഅ, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി. വലാ നൗഅ വലാ ഊല. അതുപോലെ തന്നെ ഞാറ്റുവേലയിൽ വിശ്വസിച്ചിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മഴ കിട്ടുന്നത്, നമ്മളുടെ കാലാവസ്ഥയിൽ ഈ ചേഞ്ചൊക്കെ വരുന്നത് എന്ന വിശ്വാസം. വലാ ഓല, അതുപോലെ തന്നെ പൊട്ടിച്ചൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പിശാചിൻ്റെ വേറൊരു ഇനാണ്.
ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളൊന്നും ഇസ്ലാമിലില്ല എന്ന് പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു പഠിപ്പിച്ചു. നൂല്, മന്ത്രം, അതുപോലെ തന്നെ ഹോമം, അങ്ങനെ 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 അതിൻ്റെ ശിർക്കിൻ്റെ അവാന്തര വിഭാഗങ്ങളുണ്ട്. അതൊക്കെ ഈ സമൂഹം വളരെ നിസ്സാരമായ സംഗതികളായിട്ടാണ് കാണുന്നത്. അതൊക്കെ ശിർക്ക് കടന്നു വരുന്ന വഴികളാണ്. ആ റബ്ബിലുള്ള വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകുകയും നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأن